ഫ്രണ്ട്സ്, ഞാൻ ജോയ് തലക്കാടൻ. ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് തലക്കറി, മീനിൻ്റെ തലക്കറി. അതിന് ഞാൻ എടുത്തിരിക്കുന്ന 2 തലയാണ്. അത് കഴുകി റെഡിയൊക്കെ ആക്കിയെടുത്താണ്. ഇത് സാൽമണിൻ്റെ തലയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനോടെ നമ്മൾ ഷാപ്പിലൊക്കെ വെക്കുന്ന പോലത്തെ ഷാപ്പിലത്തെ തലക്കറി സെറ്റ് ചെയ്യാൻ പോകുന്നു. അതിനാവശ്യമായിട്ട് ഞാൻ 2 കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് 2-3 10 അല്ലി വെളുത്തുള്ളി, ഇതിനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കും. അതുപോലെ 2 മീഡിയം സൈസ് സവാള ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തത്, വേപ്പിലയും. ഇനി ഇതൊന്ന് കുക്ക് ചെയ്യാം. സവാളയൊക്കെ ഒരുവിധം ബ്രൗൺ കളറായി തുടങ്ങി. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും ഒരു 3 പച്ചമുളകും ആഡ് ചെയ്യാണ്. അതോടൊപ്പം 2 കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. കാരണം കൂടുതൽ ഒരു ചുളയും കൂടി കൂടുതലിടുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഈ പുളി വരും അധികം യൂസ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങളത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പുളിയൊക്കെ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിതിനകത്തേക്ക് പച്ചമുളക്, വേപ്പില ആഡ് ചെയ്തു. ഇനിയും ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ജിഞ്ചർ ഗാർലിക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റിൽ ജിഞ്ചർ ഗാർലിക്ക് ആഡ് ചെയ്താൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാൻ പാനിലേക്ക് അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ 1/2 സ്പൂൺ ഉപ്പും ആഡ് ചെയ്യണം. ഇനി പൊടികൾ ആഡ് ചെയ്യണം. പാനിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. 1 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യാണ്. 1 സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ തിളപ്പിച്ച കുടംപുളി ആഡ് ചെയ്യാണ്. അതതിൻ്റെ വെള്ളത്തോടെയാണ് ആഡ് ചെയ്യണം. ലവരാ പരിപ്പൊക്കെ ഒരു ഇതായിരുന്നു. ഞാൻ ഇതിനകത്തേക്ക് തക്കാളി പേസ്റ്റാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം തക്കാളി അരിഞ്ഞിടുന്നില്ല. ഞാൻ പേസ്റ്റായതാകുമ്പോൾ കളറും കിട്ടും, ടേസ്റ്റും കൂടുതൽ കിട്ടും. ഇനി ഇതിനകത്തേക്ക് 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാണ്. വാട്ടർ. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തല ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയർ വെച്ചിട്ട് വേണം കേട്ടോ തല ആഡ് ചെയ്ത് കൊടുക്കാൻ. അതേപോലെ ഇതിനകത്ത് മസാലകൾ ആവണ സമയത്തും ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും പെട്ടെന്ന്. അങ്ങനെ തലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതൊന്ന് താളിക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ 2 ഉള്ളിയും അതേപോലെ 2 ഉണക്കമുളകും പിന്നെ വേപ്പിലയും കൂടി എടുത്തിട്ട് താളിച്ച് ഇതിനകത്തേക്ക് ഒന്ന് ചേർക്കാം.
അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഫിഷിൻ്റെ തലക്കറി മീൻതല അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. എന്താ പറയുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഷാപ്പിലെ മീനിൻ്റെ തലക്കറിയാണിത്. വളരെ ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ എനിക്ക് വേണ്ടി കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ഒക്കെ ചെയ്യണം എല്ലാവരും. ഇതേപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.